ബൗളിംഗിൽ കഗീസ് റബാദ അടങ്ങുന്ന മികച്ച ബൗളിംഗ് യൂണിറ്റും പഞ്ചാബിനുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിനുള്ള പഞ്ചാബിൻ്റെ സാധ്യത പ്ലേയിങ്ങിൽ നമുക്കൊന്ന് നോക്കാം. മായങ്ക് അഗർവാൾ, ശിഖർ ധവാൻ, ലിയാം ലിവിങ്സ്റ്റൺ, ഭാനുക രജപക്സെ, ഷാറുഖ് ഖാൻ, ജോണി ബെയർസ്റ്റോ, ഋഷി ധവാൻ, അർഷദീപ് സിംഗ്, സന്ദീപ് ശർമ്മ, കഗീസ് റബാദ, രാഹുൽ ചഹർ. ഇതായിരിക്കും പഞ്ചാബിൻ്റെ ഇന്നത്തെ സാധ്യത പ്ലേയിങ് 11. ഇനി ചെന്നൈ ടീമിനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ 2 കളി തന്നെ തോറ്റതുകൊണ്ട് തന്നെ ഇന്ന് വിജയത്തിൽ കുറവ് യാതൊന്നും ചെന്നൈ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. കാരണം ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വിജയം അനിവാര്യമാണ്. കഴിഞ്ഞ കളി തന്നെ 200+ സ്കോർ ചെയ്തിട്ടും ചെന്നൈക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബൗളിങ്ങിലാണ് ചെന്നൈക്ക് പിഴച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ചെന്നൈ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ കളി തന്നെ ജയിക്കേണ്ടതായിരുന്നു ചെന്നൈ. പക്ഷേ ശിവന്തുയുടെ ബോളിംഗാണ് ചെന്നൈക്ക് തിരിച്ചടിയായത്. ആദം മിൽനെ, ക്രിസ് ജോർഡാൻ തുടങ്ങിയ താരങ്ങൾ പരിക്കിന്റെ പിടിയിലാണ്. അത് ചെന്നൈക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദീപക് ചഹർ കളിക്കാത്തതും ചെന്നൈയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ചെന്നൈ ടീമിന്റെ സാധ്യത പ്ലേയിങ്ങിലെ നോക്കാം. ഋതുരാജ് ഗെയ്ക്വാദ്, റോബിൻ ഉത്തപ്പ, മോയിൻ അലി, അംബാറ്റി റായുഡു, രവീന്ദ്ര ജഡേജ, MS ധോണി, ശിവൻ ദുബെ, ഡെയ്ൻ ബ്രാവോ, ഡെയ്ൻ പ്രിറ്റോറിയസ്, മഹീഷ് ദീക്ഷാന, തുഷാർ ദേശ്പാണ്ഡെ. ഇതാണ് ഇന്നത്തെ ചെന്നൈയുടെ സാധ്യത പ്ലേയിങ് 11. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈ ജയിക്കുമോ പഞ്ചാബ് ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.